ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവി അഗ്നിവീർ MR നോട്ടിഫിക്കേഷനാണ്. സോ 2/2025, 1/2026, 2/2026 എന്നീ 3 ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് സ്റ്റഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഫ്രണ്ട്സ്, ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ MR ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ നൽകിയിരിക്കുന്ന ബാച്ച് 2/2025, 1/2026, 2/2026 എന്നീ 3 ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. ഫസ്റ്റ് ഇതിലെ എലിജിബിലിറ്റി കണ്ടീഷനാണ് അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാത്രമാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ അഗ്നിവീർ 2/2025 ബാച്ച്, 1/2026 ബാച്ച്, 2/2026 ബാച്ചിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. സോ 10ാം ക്ലാസ്സിൽ ടോട്ടൽ 50% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് 2024-25 അധ്യയന വർഷം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം സ്റ്റേജ് 2 അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഏജ് ക്രൈറ്റീരിയയാണ് നോക്കുന്നത്. അഗ്നിവീർ 2/2025 ബാച്ചിൽ 2004 സെപ്റ്റംബർ 1-നും 2008 ഫെബ്രുവരി 29-നും ഇടയിൽ ജനിച്ചവർക്ക്, ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്, ജനിച്ചവർക്കാണ് ഈ ഒരു ബാച്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അഗ്നിവീർ 1/2026 ബാച്ചിലേക്ക് 2005 ഫെബ്രുവരി 1-നും 2008 ജൂലൈ 31-നുമാണ് ഡേറ്റ് ഓഫ് ബർത്ത് റേഞ്ച് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് അഗ്നിവീർ 2/2026 ബാച്ച് 2005 ജൂലൈ 1 മുതൽ 2008 ഡിസംബർ 31 വരെയാണ് കൊടുത്തിട്ടുള്ളത്. സോ അഗ്നിവീർ MR ബാച്ചിൽ 2004 സെപ്റ്റംബർ 1 മുതൽ 2008 ഡിസംബർ 31 വരെ ജനിച്ചവർക്കാണ് ഈ ഒരു ഇന്ത്യൻ നേവി എൻട്രൻസ് എക്സാമിനേഷൻ 2025 എഴുതാൻ പറ്റുന്നത്. നെക്സ്റ്റ് മെറിറ്റൽ സ്റ്റാറ്റസ് ആണ്. അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ഡ്യൂറേഷൻ ഓഫ് സർവീസ് നമുക്കറിയാം, അഗ്നിവീർ 4 വർഷമാണ് സർവീസ് ഉണ്ടാവുന്നത്. പിന്നെ ലീവ് ഓരോ വർഷവും 30 ദിവസമാണ് ലീവ് കിട്ടുന്നത്. പിന്നെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അഡീഷണൽ സിക്ക് ലീവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെർമിസിബിളാണ്. നെക്സ്റ്റ് അഗ്നിവീറിൻ്റെ സാലറിയുമായി ബന്ധപ്പെട്ട ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ 1ാമത്തെ വർഷം 30,000 രൂപയാണ് സാലറി ഉണ്ടാവുക. അതിൽ കയ്യിൽ കിട്ടുന്നത് 21,000 രൂപയാണ്. പിന്നെ സേവാനിധിയിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ 9,000 രൂപയും പിന്നെ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ 9,000 രൂപ. അങ്ങനെ 2ാമത്തെ വർഷത്തെയും 3ാമത്തെ വർഷം 4ാമത്തെ വർഷത്തെയും നമ്മുടെ സാലറിയും കോൺട്രിബ്യൂഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. സോ നമ്മുടെ 4 വർഷ സർവീസ് കഴിഞ്ഞ സമയത്ത് 5.02 ലക്ഷം നമ്മളുടെ കോൺട്രിബ്യൂഷനും 5.02 ലക്ഷം ഗവൺമെൻറ് കോൺട്രിബ്യൂഷനുമായിട്ടാണ് കിട്ടുന്നത്. സോ നമ്മുടെ 4 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അറൗണ്ട് ഒരു 11 ലാഖിൻ്റെ അടുത്താണ് നമുക്ക് പിരിഞ്ഞു പോരുമ്പോൾ കിട്ടുന്ന പൈസ. നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. സോ എല്ലാ ആനുകൂല്യങ്ങളും സർവീസിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് പെർമനൻ്റ് ആവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു അഗ്നിവീർ 4 വർഷ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 25% ആൾക്കാരെയാണ് പെർമനൻ്റ് ആക്കുന്നത്. നെക്സ്റ്റ് എക്സ് സർവീസ്മെൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട കാര്യം, അഗ്നിവീർ 4 വർഷ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എക്സ് സർവീസ്മെൻ എന്ന സ്റ്റാറ്റസ് ലഭിക്കില്ല. പിന്നെ മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സർവീസിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ സ്റ്റേജ് 1 ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് 2025 എക്സാം, അത് ആദ്യം എഴുതണം. 2025 മെയ്യിലാണ് INET എക്സാം വരുന്നത്. സോ 10th ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു ഒറ്റ എക്സാമിനേഷനാണ് 2/2025 ബാച്ചിലേക്കും 1/2026 ബാച്ചിലേക്കും 2/2026 ബാച്ചിലേക്കും കൂടെ നടത്തുന്നത്.
നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആക്ടിവിറ്റീസും ടെൻഡേറ്റീവ് ലൈനുമാണ്. സോ സ്റ്റേജ് 1 ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് 2025 കാര്യങ്ങൾ. അപ്ലിക്കേഷൻ തുടങ്ങുന്നത് അതായത് 2-2025 ബാച്ചിലേക്കും 1-2026 ബാച്ചിലേക്കും 2-2026 ബാച്ചിലേക്കും കൂടെ ഒറ്റ അപ്ലിക്കേഷനാണ്. അത് 2025 മാർച്ച് 29 തുടങ്ങിയിട്ട് 2025 ഏപ്രിൽ 10 അവസാനിക്കും. കറക്ഷൻ വിൻഡോ വരുന്നത് 2025 ഏപ്രിൽ 14 മുതൽ 16 വരെയാണ്. സ്റ്റേജ് 1 അതായത് ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് 2025 മെയ്യിലാണ്. ദെൻ റിസൾട്ട് സ്റ്റേജ് 1 റിസൾട്ട് വരുന്നതും 2025 മെയ്യിൽ തന്നെയാണ്. ഇനി സ്റ്റേജ് 2 അഗ്നിവീർ 2025 ബാച്ചിൻ്റെ സ്റ്റേജ് 2 പ്രോസസ്സ് അതായത് ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് കോൾ അപ്പ് ലെറ്റർ വരുന്നത് 2025 ജൂണിലാണ്. ഇനി സ്റ്റേജ് 2 ഫോർ അഗ്നിവീർ 2025 എക്സാം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2025 ഇനി 2025 ബാച്ചിൻ്റെ ട്രെയിനിങ് ചിൽക്കയിൽ തുടങ്ങുന്നത് സെപ്റ്റംബർ 2025 1-2026 ബാച്ചിൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് കോൾ അപ്പ് ലെറ്റർ 2025 ഒക്ടോബറിൽ തുടങ്ങും. സ്റ്റേജ് 2ൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് 2025 നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ. ട്രെയിനിങ് തുടങ്ങുന്നത് ഫെബ്രുവരി 2026 ഇനി 2026 ബാച്ചിൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് കോൾ അപ്പ് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് മാർച്ച് 26 സ്റ്റേജ് 2 പ്രോസസ്സ് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ, മെഡിക്കലൊക്കെ തുടങ്ങുന്നത് 2026 മെയ്യിലാണ്. ട്രെയിനിങ് തുടങ്ങുന്നത് 2026 ജൂലൈയിലാണ്. ഈ ഒരു ഡേറ്റുകൾ ടെൻഡേറ്റീവാണ്. ചിലപ്പോൾ ഡേറ്റുകൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് 1 ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്കറിയാം ഓൺലൈൻ എക്സാമിനേഷനാണ്. അപ്പം 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ലഭ്യമായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഭാഗങ്ങൾ സയൻസും മാത്തമാറ്റിക്സും പിന്നെ ജനറൽ അവയർനെസ്സുമാണ് ഉണ്ടാകുന്നത്. 3 ഭാഗങ്ങളാണ് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ്. അപ്പോൾ ഇതെല്ലാം 10ാം ക്ലാസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിലബസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വിൽ ബി 30 മിനിറ്റ്സ്. അതായത് ഈ 50 ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം 30 മിനിറ്റ് ആയിരിക്കും. സെക്ഷൻ വൈസ് നമ്മൾ പാസ്സാവേണ്ട ആവശ്യമുണ്ട്. അതായത് സയൻസിലും മാത്തമാറ്റിക്സിലും പിന്നെ ജനറൽ അവയർനെസ്സിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാസ്സാവണം. പിന്നെ പെനാൽറ്റി ഫോർ റോങ് ആൻസർ, ഓരോ തെറ്റുത്തരത്തിനും നമ്മുടെ കിട്ടിയ മാർക്കിൽ നിന്നും 0.25 മാർക്ക് വീതം കുറയ്ക്കും. നെക്സ്റ്റ് സെൻറ്റർ അലോക്കേഷനാണ്. അപ്പോൾ സെൻറ്റർ അലോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ നേവിയാണ്. പിന്നെ ഇവിടെ ഒരു നോട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് വെച്ചിട്ട് സെക്കൻഡ് ഫേസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നെ എക്സാമിനേഷൻ ഫീ 550 രൂപയാണ്. നെക്സ്റ്റ് സ്റ്റേജ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ. അപ്പോൾ ഇതെല്ലാം നേവി എൻട്രൻസ് എക്സാമിനേഷൻ 2025 അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്റ്റേജ് 2ലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് സ്റ്റേറ്റ് വൈസ് മാറിക്കൊണ്ടിരിക്കും. സോ ഇവിടെ 2-2025 ബാച്ച്, 1-2026 ബാച്ച്, 2-2026 ബാച്ച് ഓരോന്നിലേക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് സ്പോൺസർ കാൻഡിഡേറ്റ്സും NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനും അവരുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഫസ്റ്റ് ഫേസിലെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല, അവർക്ക് ഡയറക്റ്റ് സെക്കൻഡ് സ്റ്റേജിലോട്ട് ക്വാളിഫൈഡ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. സോ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആവണമെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഇവൻറ്റുകൾ പാസ്സാവണം. സോ ആൺകുട്ടികൾക്ക് 1.6 കിലോമീറ്റർ റണ്ണ് 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ക്ലിയർ ചെയ്യണം. അത് പെൺകുട്ടികൾക്ക് 8 മിനിറ്റ് സമയം നൽകുന്നുണ്ട്. പിന്നെ സ്ക്വാട്ട്സ് ആൺകുട്ടികൾക്ക് 20 എണ്ണം വേണം, പെൺകുട്ടികൾക്ക് 15 എണ്ണം. പുഷപ്പ് ആൺകുട്ടികൾക്ക് 15, പെൺകുട്ടികൾക്ക് 10. നീ ബെൻഡ് സിറ്റപ്സ് ആൺകുട്ടികൾക്ക് 15 എണ്ണം, പെൺകുട്ടികൾക്ക് 10 എണ്ണം. നെക്സ്റ്റ് റിട്ടൺ എക്സാമിനേഷൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. 3 ഭാഗങ്ങളായിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ്. 10th ക്ലാസ്
സിലബസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. എക്സാമിന് നമുക്ക് 30 മിനിറ്റാണ് സമയം നൽകുന്നത്. എക്സാമിന് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് നമ്മൾ പാസ്സായിരിക്കണം. അതായത് സയൻസിലും മാത്തമാറ്റിക്സിലും ജനറൽ അവയർനെസ്സിലും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാവണം. നെക്സ്റ്റ് ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് 2 പ്രോസസ്സും പ്രൊവിഷണൽ സെലക്ഷൻ ലിസ്റ്റും ഓരോ ബാച്ചിനും സെപ്പറേറ്റ് എടുക്കുക. അത് 2025 ബാച്ചിൻ്റെയും 2026 ബാച്ചിൻ്റെയും 2026 ബാച്ചിൻ്റെയും ലിസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. സോ നമുക്കറിയാം ഡിഫൻസ് ഫോഴ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ മെഡിക്കലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. സോ ഇവിടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഫീമെയിൽ മെഡിക്കൽ ടെസ്റ്റിന് വരുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആണെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യും, അത് അൺഫിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഹൈറ്റ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ വേണം. പിന്നെ ടാറ്റൂസ് പെർമിസിബിൾ ആയിട്ടുള്ള ഏരിയകൾ, കൈയിൻ്റെ ഭാഗങ്ങളിൽ പെർമിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ടാറ്റൂസ് ആക്സെപ്റ്റബിൾ ആകുകയുള്ളൂ, അല്ലാത്തതൊക്കെ അൺഫിറ്റ് ആയിരിക്കും. പിന്നെ മെഡിക്കൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നമ്മുടെ ചെവിയിലുള്ള വാക്സ് ക്ലിയർ ചെയ്തിരിക്കണം. പല്ലിന് എന്തെങ്കിലും പൊത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചിരിക്കണം. പിന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം 2025 ബാച്ചിൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത് 2025 സെപ്റ്റംബറിലാണ്. ദെൻ 2026 ബാച്ചിൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത് 2026 ഫെബ്രുവരിയിലും 2026 ബാച്ചിൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത് 2026 ജൂലൈയിലുമാണ്. നെക്സ്റ്റ് ജനറൽ ഇൻസ്ട്രക്ഷനിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എക്സാമിനേഷൻ്റെ കോൾ അപ്പ് ലെറ്റർ നമുക്ക് പോസ്റ്റലായിട്ടൊന്നും വരില്ല. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, അതായത് മാർക്ക് ഷീറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, NC സർട്ടിഫിക്കറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യണം. മേ ബി 2024-25 അധ്യയന വർഷത്ത് SLC പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മാർക്ക് ഷീറ്റ് ചിലപ്പം അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന എക്സാം സെൻറ്ററിൽ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. നമുക്ക് നൽകിയിരിക്കുന്ന അലോട്ട് ചെയ്തിട്ട സമയത്തിൻ്റെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നതെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതല്ല, നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. നെക്സ്റ്റ് ഹൗ ടു അപ്ലൈ. സോ www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റിൽ 2025 മാർച്ച് 29 മുതൽ 2025 ഏപ്രിൽ 10 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. സോ ഫോട്ടോ എടുക്കേണ്ടത് നമ്മുടെ നെഞ്ചിൽ സ്ലൈറ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ പേരും എന്നാണോ ഫോട്ടോ എടുത്തുള്ളത് ആ ഡേറ്റും വേണം. 2025 മാർച്ചിന് മുന്നേ ഉള്ള ഫോട്ടോ ആക്സെപ്റ്റബിൾ അല്ല. ഫോട്ടോയുടെ സൈസ് 10 KB മുതൽ 50 KB വരെയാണ്. അപ്പം ഇത്രയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 2025 10 ഏപ്രിലാണ്. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.